SNC ലാവലിംഗ് കേസ് ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കെ തിരിച്ചടിയുണ്ടാകുമെന്ന് ഭയന്ന് സഹായം തേടി പിണറായി വിജയൻ തന്നെ ബന്ധപ്പെട്ടതായി വിവാദ ദലാൽ TG നന്ദകുമാർ 2016-ൽ നവകേരള യാത്രയുമായി കോട്ടയത്തെത്തിയപ്പോൾ കേരള കോൺഗ്രസ് നേതാവ് സ്കറിയ തോമസ് വഴിയായിരുന്നു ഇത്. ഒരു അഭിഭാഷകൻ വഴി ഇടപെടൽ നടത്തണമെന്നായിരുന്നു ആവശ്യം. ആ വഴിയിലൂടെയുള്ള നീക്കം ഫലിച്ചില്ലെങ്കിലും പ്രത്യുപകാരമായി അദ്ദേഹത്തിന് പിന്നീട് ഉയർന്ന പദവി ലഭിച്ചുവെന്ന് നന്ദകുമാർ പറഞ്ഞു. LDF കൺവീനർ EP ജയരാജനുമായുള്ള കൂടിക്കാഴ്ചയിൽ BJP നേതാവ് പ്രകാശ് ജാവേദ്കർ ലാവലിംഗ് കേസിൽ പിണറായി വിജയന് അനുകൂല നടപടിയുണ്ടാകുമെന്ന് ഉറപ്പു നൽകിയെന്ന മുൻ വെളിപ്പെടുത്തൽ ആവർത്തിച്ചതിനൊപ്പമായിരുന്നു നന്ദകുമാറിന്റെ പുതിയ ആരോപണം. 2004 മുതൽ പിണറായിയുമായി നല്ല ബന്ധമാണ്. ഞാൻ പാപിയാണെങ്കിൽ എന്തിനാണ് എന്റെ സഹായം തേടിയത്? അദ്ദേഹം സ്കറിയ തോമസിന്റെ ഫോണിൽ നിന്നാണ് വിളിച്ചത്. പലതവണ കൂടിക്കാഴ്ചകളും നടത്തിയിട്ടുണ്ട്. ഇന്ന് ആരെ ചതിക്കുമെന്ന് ആലോചിച്ചുകൊണ്ട് കിടക്കപ്പായിൽ നിന്ന് എഴുന്നേൽക്കുന്നവർ എന്ന് പറഞ്ഞത് എന്നെക്കുറിച്ചാകില്ലെന്നും നന്ദകുമാർ പറഞ്ഞു. തൃശൂർ സിറ്റിംഗിൽ സുരേഷ് ഗോപിയെ ജയിപ്പിക്കാനുള്ള ദൗത്യവുമായാണ് ജാവേദ്കർ EP ജയരാജനെ കണ്ടതെന്ന് പറഞ്ഞ നന്ദകുമാർ കോടിയേരി ബാലകൃഷ്ണൻ അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്താൻ ഒരുങ്ങിയിരുന്നുവെന്നും പുതിയ വെളിപ്പെടുത്തലും നടത്തി. ആക്കുളത്ത് EP-യുടെ മകന്റെ ഫ്ളാറ്റിൽ അപ്രതീക്ഷിതമായാണ് ജാവേദ്കർ ചെന്നത്. ചെറുമകന് മധുരം കൊടുത്ത ശേഷം iPad എടുത്ത് നിവർത്തി ജാവേദ്കറാണ് BJP കേരളത്തിൽ നടത്തിയ രാഷ്ട്രീയ നീക്കങ്ങളെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയത്. K സുധാകരനെയും K മുരളീധരനെയും രമേശ് ചെന്നിത്തലയെയും PK കുഞ്ഞാലിക്കുട്ടിയെയും ബന്ധപ്പെട്ടുവെന്നും സുധാകരൻ അവസാന നിമിഷം കാലുമാറിയെന്നും പറഞ്ഞപ്പോൾ EP പ്രതികരിച്ചില്ല. K സുധാകരനുമൊത്തുള്ള ഫോട്ടോ iPad-ൽ കാണിച്ചു. കരുവന്നൂരിലും കുട്ടനെല്ലൂരിലും ലാവലിലുമൊക്കെ BJP CPM-നെ ബുദ്ധിമുട്ടിക്കുന്നുവെന്ന് EP പറഞ്ഞപ്പോഴായിരുന്നു ലാവലിൽ ജാവേദ്കറിന്റെ സഹായ വാഗ്ദാനം. പകരം തൃശൂർ സീറ്റിംഗിൽ സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അത് CPI-യുടെ സീറ്റാണെന്നും ഒന്നും പറയാനാകില്ലെന്നും EP മറുപടി നൽകി. ക്രിസ്ത്യാനികൾക്ക് BJP-യോടുള്ള അകൽച്ച ഇല്ലാതാക്കാനുള്ള വഴിയാണ് തേടേണ്ടതെന്ന നിർദ്ദേശവും മുന്നോട്ട് വെച്ചു. അതിന് തൊട്ടടുത്ത ആഴ്ചയാണ് ജാവേദ്കർ ക്രിസ്ത്യൻ പുരോഹിതനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് തുടക്കമിട്ടത്. EP പറയും പോലെ കൂടിക്കാഴ്ച 4 മിനിറ്റ് ആയിരുന്നില്ല, 45 മിനിറ്റോളം സംസാരിച്ചുവെന്നും നന്ദകുമാർ പറഞ്ഞു. EP ജയരാജൻ BJP-യിൽ ചേരാൻ ശ്രമിച്ചുവെന്ന K സുധാകരന്റെ ആരോപണം വന്നപ്പോൾ അതിന് മറുപടിയായാണ് ജാവേദ്കറുമായുള്ള കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ പുറത്തുവിട്ടത്. അത് EP-യുടെ അനുമതിയോടെയായിരുന്നു. ഇതിനെല്ലാം ശോഭാ സുരേന്ദ്രൻ പങ്കാളിയല്ലെന്നും അവർ വലിഞ്ഞു കയറി വന്ന് ആളാവാൻ ശ്രമിച്ച് പരാജയപ്പെടുകയായിരുന്നുവെന്നും നന്ദകുമാർ പറഞ്ഞു.